ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പം നമ്മൾ കുറേ കാലമായി അല്ലേ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് കുറേ കാലമായി. അപ്പം എന്നെ വേറെ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം എന്നെനിക്കറിയാം. അപ്പം നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുകയാണ്, ബിൽഡ് യുവർ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഐശ്വര്യമായിട്ട് RRB NTPCയുടെ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് ബിൽഡ് യുവർ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ മാത്സിൽ പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതുവരെയും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പം അതിനു മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക, പ്രോപ്പറായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നമുക്ക് പെർസെൻറ്റേജ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനിടയിലായിട്ടും ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം എന്താണ് പെർസെൻറ്റേജ്? ഇപ്പം കുറേ പേര് ആദ്യമായിട്ട് NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം, ഓൾറെഡി മുന്നേ ഉള്ള NTPC അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ എഴുതി പരിചയമുള്ളവരുണ്ടാവാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്താണ് പെർസെൻറ്റേജ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് എന്തുകൊണ്ടാണ് നമ്മൾ RRB SSC എക്സാംസിന് ഇത്രത്തോളം പെർസെൻറ്റേജിന് ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പം നമുക്ക് പെർസെൻറ്റേജ് എന്നുള്ളതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരില്ല, ക്വസ്റ്റ്യൻസ് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്, അതായത് പെർസെൻറ്റേജിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് മേ ബി എന്തായിരിക്കാം, പ്രോഫിറ്റ് ലോസിൽ ഉണ്ടാവാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഡിസ്കൗണ്ടിൽ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജിന്റെ ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. പിന്നെ എവിടെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അവിടെ എന്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, പെർസെൻറ്റേജിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിടെയും വരുന്നുണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും എന്ത് വരുന്നുണ്ട്, ഈ പെർസെൻറ്റേജിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഓരോ ചാപ്റ്ററിലും എന്താണ് നമ്മൾ പഠിക്കുന്നത്, ആക്ച്വലി ഈ പറയുന്ന ഓരോ ചാപ്റ്ററിലും നമ്മൾ നോക്കുന്നത് എന്ത് തന്നെയാണ്, പെർസെൻറ്റേജ് തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്. സോ അത്രത്തോളം എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പെർസെൻറ്റേജ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം അത് എന്താണ് പെർസെൻറ്റേജ് എന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെർസെൻറ്റേജ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പതിയെ പെർസെൻറ്റേജ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പം നോക്കേണ്ട കാര്യം അതിൻ്റെ ഫോർമുലയാണ് അല്ലേ, പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളോട് പറയുകയാണ് 40% ഓഫ് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക, അല്ലെങ്കിൽ അത് വേണ്ട, അത് നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. 500ന്റെ അല്ലെങ്കിൽ 500ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 200 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 200 ആണ് പാർട്ട് അല്ലെ, 200 പാർട്ടാണ്, 500 എന്താണ്, ഹോളാണ്, ഇൻറ്റു 100 ചെയ്യും അല്ലെ. ഇത് ചെയ്യുമ്പം ദാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നാൽ ഇവിടെ 4 എന്നും ഇവിടെ 0 എന്നും വന്നു. അതായത് 500ന്റെ 40% എന്ത്, 200 എന്ന് പറയുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് പെർസെൻറ്റേജ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? പാർട്ട് ബൈ ഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നും അതിലെങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എന്നും ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അതാണ് എന്തായിട്ട് നമ്മൾ പറയണേ, പെർസെൻറ്റേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ ആണിത്. ഇത് അറിയാമെങ്കിൽ നമുക്ക് എന്ത്, ഒരു സെക്കൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, ചെറിയൊരു കോൾഡൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ, പെർസെൻറ്റേജും ഹോളും തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ് എന്നുള്ള പാർട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പാർട്ടും പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ ഹോളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ 3 കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഫോർമുലയുടെ പ്രത്യേകത. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
അടുത്തത് അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം 120 ഔട്ട് ഓഫ് 150 കാൻഡിഡേറ്റ്സ് പാസ്ഡ് ഫൈൻഡ് ദ പെർസെൻറ്റേജ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് പാർട്ട് എന്താണ് 120 ആണ്, ഹോൾ എന്താ വരുന്നത് 150 ആണ് വരുന്നത്, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ സീറോ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു 120 ഉണ്ട്, ഇവിടെ ഒരു 15 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 15 120 പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. നമുക്ക് 15 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 120 കിട്ടണമെന്ന് നോക്കാം. 8 ചെയ്ത് നോക്കാം അല്ലെ. 8 5 are 40, 4 8 plus 4 എന്താണ് 12. അപ്പൊ എന്താ വരണേ 8 ഇൻറ്റു 10 എന്ന് വരും. ദാറ്റ് മീൻസ് 120 എന്ന് പറയുന്നത് 150യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാ പറയണത്, 80% ആണെന്നാണ് പറയണത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി പോവാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോവുള്ളൂ. നമുക്ക് SSC RRB എക്സാംസ് റിലേറ്റഡ് ആയിട്ട്, അതായത് RRB എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, പെർസെൻറ്റേജ്, അതായത് ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, പെർസെൻറ്റേജ് ഇതൊക്കെ തമ്മിലുള്ള കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യം ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെർസെൻറ്റേജ് ആക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണത്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിനെ എന്തായിട്ട് മാറ്റാൻ പറ്റും, പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് 3/5 ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ 3/5നെ നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് ആക്കാം, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 100 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്ന് വരും. 20 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 60% ആണ്. അപ്പോൾ 3/5 എന്ന് പറഞ്ഞാൽ എന്താണ് 60% ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് എന്തുള്ളത് 300/500 അല്ലെങ്കിൽ 30/50 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതെല്ലാം 60% ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. കാരണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഫ്രാക്ഷൻ തന്നിട്ട് ഇത് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് പോയി പെന്നൊക്കെ എടുത്ത് പേപ്പറൊക്കെ എടുത്ത് ഇരുന്ന് വെച്ച് എഴുതുന്നതിലും നല്ലത് ഇങ്ങനെ കുറച്ച് ട്രിക്കുകളൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ അത് മനസ്സിലായില്ലേ. 3/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, 60% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അടുത്തതാണ് ഡെസിമൽ ടു പെർസെൻറ്റേജ്. ഡെസിമലിൽ നിന്നും എങ്ങനെയാണ് പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത്, അതും എങ്ങനെ തന്നെയാണ് ചെയ്യണത്, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ഡെസിമലിനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് 0.25 ആണ്. 0.25 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 25% ആണ് എന്ത് 0.25 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനും ഡെസിമലിനെ പെർസെൻറ്റേജ് ആക്കാനും നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷനെയും ഡെസിമലിനെയും പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് 40% എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മളോട് ഫ്രാക്ഷൻ ആക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 40 ഡിവൈഡഡ് ബൈ 100 ചെയ്യും. എന്നിട്ട് അത് സിംപ്ലിഫൈ ആണ് ചെയ്യണത് അല്ലെ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 5 എന്ന് കിട്ടും. സോ 40% എന്ന് പറഞ്ഞാൽ എന്താണ്, 2/5 ആണ് 40% എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഫ്രാക്ഷൻസും ഡെസിമൽസും പെർസെൻറ്റേജ് ആക്കിയിട്ടും പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യണത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ. സെയിം തന്നെയാണ് എന്ത് ചെയ്യണത്, പെർസെൻറ്റേജിനെ ഡെസിമൽ ആക്കുന്നതും ഇതേ മെത്തേഡ് തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 25നെ നമുക്ക് എന്ത് ചെയ്യണം, ഡെസിമൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.25 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പം ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ എവിടെ ഫോളോ ചെയ്യേണ്ടത്, ഈ ഒരു പെർസെൻറ്റേജിന്റെ കൺവേർഷനിൽ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ 3 കൺവേർഷൻസും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺവേർട്ട് 0.67/8 125% ടു അതർ ഫോംസ്. അപ്പൊ 0.6നെ നമ്മൾ എന്താക്കണം, മൾട്ടിപ്ലൈ ബൈ 100 ആണ് ചെയ്യേണ്ടത് അല്ലെ. 0.6 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്, 0.6
0.6 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരിക? ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത് അല്ലേ? 0.6 ഇൻറ്റു 100 എന്നല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ വരിക? ഒന്ന് വേഗം ചെയ്തിട്ട് ആൻസർ പറയും നോക്കട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന്? 60% എന്നല്ലേ ആൻസർ വരിക? അപ്പൊ കുറെ പേർക്കൊക്കെ ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. 60% എന്നാണ് ആൻസർ വരിക. അടുത്തത് 7/8 നമുക്ക് എന്താക്കി മാറ്റണം? പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യണം. എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ബൈ 100 ആണ് ചെയ്യേണ്ടത്. 100 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. പക്ഷെ 100 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? 8 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പതിയെ അതിനെ കുഞ്ഞു ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 2 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 4 എന്നും ഇവിടെ എന്ത് വരും? 50 എന്നും വരും. എഗെയിൻ ഇവിടെ എന്ത് വരും? 7/2 ഇൻറ്റു 25 എന്ന് കിട്ടും. അപ്പൊ 7/2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ വരണേ? 3.5 എന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇവിടെ 3.5 ഇൻറ്റു 25 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 7 ഇൻറ്റു 12.5 എന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പം 3.5 ഇൻറ്റു 25 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 87.5% ആണ് എന്ത്? 7/8 എന്ന് പറയുന്നത്. ഓക്കെ, 87.5% ആണ് 7/8 എന്ന് പറയുന്നത്. അടുത്തത് 125%നെ നമുക്ക് ഫ്രാക്ഷനും ഡെസിമലും ആക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇതെന്താണ്? 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/4 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡെസിമൽ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എഗെയിൻ ഈ 5/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.25 എന്നുള്ളത് കിട്ടും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ഇങ്ങനെയാക്കാം. ഇവിടെ ഡെസിമൽ ആക്കണമെങ്കിൽ ഈ 5/4നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ്? നമുക്ക് ഡിനോമിനേറ്ററിൽ 0 നമ്പേഴ്സ് ആണ് വരുന്നത്. ലൈക്ക് 10, 100 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടേക്ക് കയറി ആ പോയിന്റ് കൊണ്ടുവന്നാൽ മതി അല്ലേ? 100ൽ 2 സീറോ ഉള്ളതുകൊണ്ട് 2 പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. 1.25 എന്ന് നമുക്ക് അതിനെ ഡെസിമൽ ആക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓരോ നമ്പേഴ്സിനെയും പെർസെൻറ്റേജ് ആക്കിയിട്ടും ആ പെർസെൻറ്റേജിനെ തിരിച്ച് നമ്പേഴ്സ് ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കൺസെപ്റ്റ് എന്താണെന്നും അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെയാണോ എക്സാമിന് വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി എക്സാം എഴുതി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇങ്ങനത്തെ എവിടെയൊക്കെയാണ് ഇത് യൂസ് ആവുക എന്നുള്ളത്. അല്ലാത്തവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇത് എങ്ങനെയാണ്, എന്താ പറയുക, ഇതൊക്കെയാണോ എക്സാമിന് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ലൈക്ക് പെർസെൻറ്റേജിൽ നിന്നാണെങ്കിലും പ്രോഫിറ്റ് ലോസ് ഇങ്ങനത്തെ വലിയ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന വലിയ ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ആ ഒരു മിനിറ്റിൽ കുറവ് സമയമെടുത്ത് നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ അതായത് ഇപ്പം 0.12 ഇൻറ്റു ഒരു സെക്കൻഡ്. ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അടുത്തത് 12% ഓഫ് 250. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 12%, 250ന്റെ 12% കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 12 ഡിവൈഡഡ് ബൈ 250, അങ്ങനെയല്ല, തെറ്റിപ്പോയി. 12 ഡിവൈഡഡ് ബൈ 100
into 250. ഓക്കെ, ഒരു നമ്പറിന്റെ ഇത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു നമ്പറിന്റെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഇത്ര പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ പെർസെൻറ്റേജും ഡിനോമിനേറ്ററിൽ 100ഉം മൾട്ടിപ്ലൈ ബൈ ആ നമ്പർ എത്രയാണോ ആ നമ്പറും ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? ദാ ഇവിടെ ഈ സീറോ ക്യാൻസൽ ചെയ്യും. ദെൻ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് 6 എന്നും ഇവിടെ 5 എന്നും കൊടുക്കുക. ഈ 5ഉം ഈ 25ഉം 5 എന്ന് പോകും. 6 into 5 എന്ത് വരും? 30 എന്ന് വരും. അപ്പോൾ 250ന്റെ 12% എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 30 ആണ്. 250ന്റെ 12% എന്നുള്ളത് 30 ആണ് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പം അത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇനി ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈ നമ്പറും കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ നമ്മളോട് പറയാണ് 30 എന്നുള്ളത് ഏത് നമ്പറിന്റെ 12% ആണ്? ഫൈൻഡ് ദ നമ്പർ, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മളോട് 30 is how much 12% which numbers 12% is 30 എന്ന് ചോദിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. which numbers 12% is 30 എന്നുള്ള ക്വസ്റ്റ്യനും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇതിനെ നേരെ തിരിച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ നമ്മളോട് 30 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഇത് 30 എന്നുള്ള ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 100 നമുക്ക് അറിയാം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ കൺവേർട്ട് ചെയ്താൽ പോരെ? എന്ത് ചെയ്താൽ മതി? 30 into 100 divided by 12 എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ ഈ 12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്നും 13നെ ചെയ്യുമ്പോൾ 15 എന്നും കിട്ടും. ഇതിനെ 3 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 എന്നും കിട്ടും, ഇവിടെ 2 എന്നും കിട്ടും. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ 50 എന്ന് കിട്ടും. 50 into 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 250 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇത് തിരിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തത് a train ticket cost rupees 480. If 15% discount is given, how much will you pay? എന്താ പറയുന്നത്? ഒരു ട്രെയിൻ ടിക്കറ്റിന് എത്ര രൂപയാണെന്നാ പറയണേ? 480 രൂപയാണ് ട്രെയിൻ ടിക്കറ്റിന്. അപ്പൊ നമ്മുടെ നമ്പർ എത്രയാണ്? 480 ആണ്. ഇനി എന്ത് തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലെ? എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 15 എന്ന് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ എത്ര രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് divided by 100 into ആ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ എന്നുള്ളത് കിട്ടും. അപ്പൊ നമ്മളിവിടെ 0 ക്യാൻസൽ ചെയ്തു. 10 നമ്മളിവിടെ എന്ത് ചെയ്തു? 5 എന്ന് ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 5ഉം 15ഉം 3 എന്ന് കിട്ടും. 24 into 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 24 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 72 എന്നാണ് കിട്ടുന്നത്. ഈ 72 എന്താണ്? ആക്ച്വലി കുറവാണ് അല്ലെ? ഡിസ്കൗണ്ട് ആണ്. 72 എന്ന് പറയുന്നത്. ആ 72 അല്ല ആക്ച്വലി നമ്മൾ പേ ചെയ്യേണ്ടത്. നമ്മൾ പേ ചെയ്യേണ്ടത് 480 മൈനസ് 72 ആണ് അല്ലെ? നമ്മൾ ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിച്ചത്. 480ൽ നിന്നും 72 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 408 ആണ് പേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 480 എന്നും 72 എന്നും 72 എന്നും 408 എന്നും എന്തുണ്ടാവും? ഓപ്ഷനിൽ ആൻസർ ഉണ്ടാവും. ക്വസ്റ്റ്യൻ നേരാവണ്ണം ശ്രദ്ധിക്കാതെ 72 എന്നുള്ള ആൻസർ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് വെക്കരുത്. നെഗറ്റീവ് ആയി പോകും. ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക. ഓരോ സെന്റൻസും വായിക്കുക. ഓരോ സെന്റൻസിന്റെയും ആൻസർ നമ്മുടെ കയ്യിൽ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഓക്കെ, പെർസെൻറ്റേജിന്റെ ഇൻക്രീസും ഡിക്രീസും വരുന്ന കാര്യമാണ്. അപ്പം ഇതിനകത്ത് എങ്ങനെയാ പറയണത്? ഇപ്പം ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് പെർസെൻറ്റേജ്, അതായത് ഒരു നമ്പറിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി, എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂടി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി കുറവാണെന്നുണ്ടെങ്കിലും സെയിം വാല്യൂ ആണ്, എന്താ സെയിം ഇക്വേഷൻ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ
കുറഞ്ഞത് ആ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഡിക്രീസ് കിട്ടും. ഇൻക്രീസ് ചെയ്ത വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പ്രൈസ് റൈസസ് ഫ്രം 200 to 250, ഫൈൻഡ് പെർസെൻറ്റേജ് ഇൻക്രീസ്. അപ്പൊ നമുക്ക് ഇൻക്രീസ് ആണ് അല്ലെ, ഇൻക്രീസ് ചെയ്ത എമൗണ്ട് എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 250 മൈനസ് 200 അല്ലെ. അപ്പൊ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് 250 മൈനസ് 200, ഒറിജിനൽ എമൗണ്ട് എത്രയാണ്? 200 ആണ്. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 250 മൈനസ് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50 ആണ് അല്ലെ. 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഈ രണ്ട് സീറോ ഇവിടെ ക്യാൻസൽ ചെയ്യും. 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 25% എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്തത്? 200 നിന്നും 250 ആവുമ്പോൾ അവിടെ 25% ഇൻക്രീസ് ആയത്. ഓക്കെ, മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇൻക്രീസ്ഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്കിത് ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് പ്രൈസ് ഡ്രോപ്സ് ഫ്രം 500 to 400, ഫൈൻഡ് പെർസെൻറ്റേജ് ഡിക്രീസ്. അപ്പൊ ഡിക്രീസ് ചെയ്ത വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 500 മൈനസ് 400 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 500 ആണ്. ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഈ 0 നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. 500 മൈനസ് 400 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 5 എന്ത് വരും? 20% ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. 20% ആണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. 500-ൽ നിന്നും 400 ആവുമ്പോൾ 500-ന്റെ 20% കുറഞ്ഞിട്ടാണ് 400 ആയിട്ട് അവിടെ മാറുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ എങ്ങനെയാണ് പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസും കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അടുത്തത് എ ഷർട്ട് കോസ്റ്റ് ₹800. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ടൈപ്പ് ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്ന കാര്യം. നമ്മളപ്പോ പെർസെൻറ്റേജിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ നോക്കി, പിന്നെ എന്താ നോക്കിയത്? പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ നോക്കി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രാക്ഷൻ ഡെസിമൽ ഒക്കെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണത് എന്നുള്ള കാര്യം നോക്കി. പിന്നെ നമ്മൾ ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യവും നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും നോക്കി അല്ലെ. പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്, കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ സെറ്റ് ആക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. A shirt costs ₹800. If a 20% discount is given, find the selling price. Okay, അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 800 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? സെല്ലിംഗ് പ്രൈസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഡിസ്കൗണ്ട് എത്ര കൊടുത്തിട്ടുണ്ട്? 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുന്ന എമൗണ്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അവിടെ? ആ എമൗണ്ട്, ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട് അല്ലെ. എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ആ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ 100 ഇൻറ്റു ആ നമ്പർ അല്ലെ. പെർസെൻറ്റേജിനെ നമ്മൾ എന്തായിട്ട് മാറ്റുകയാണ്? ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ എമൗണ്ടിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 8 എന്ന് കിട്ടും. 8 2s are 16 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 160 രൂപയാണ് എന്തായിട്ട് വരുന്നത്? ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 800 മൈനസ് 160 എന്നുള്ളത് കിട്ടും. 800 മൈനസ് 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ വരിക? 640 റുപ്പീസ് ആണ് നമ്മൾ അവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? മനസ്സിലായിട്ടുണ്ടോ? ഡിസ്കൗണ്ട് എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനായിട്ട് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക. പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ. ആ ഫ്രാക്ഷൻ ആക്കിയിട്ട് അതിനെ നമ്മുടെ കോസ്റ്റ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസ്കൗണ്ട് എമൗണ്ട് ആയിരിക്കും. അതിനെ നമുക്ക് കോസ്റ്റ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ,
അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, നമ്മളോട് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് അല്ലെ, സെല്ലിംഗ് പ്രൈസ് ഇത്ര രൂപയ്ക്ക് കൊടുത്തു, കോസ്റ്റ് പ്രൈസ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ, ഡിവൈഡഡ് ബൈ 600 ചെയ്ത് കഴിഞ്ഞാൽ 600 into 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർസെന്റേജ് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ 00 ക്യാൻസൽ ചെയ്തു. 720 മൈനസ് 600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 700 മൈനസ് 600 എന്ന് പറഞ്ഞാൽ 100 വരും. അതിൽ നിന്ന് ഒരു 20 കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയാ വരുന്നത്? 80 അല്ലേ വരുന്നത്? അല്ല സോറി 120, 600 പ്ലസ് 120 അല്ലേ 720, സോറി 120 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും അല്ലെ. 120 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. 120 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 20%, 20%. അതായത് 600ന്റെ 20% കൂടുതലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 600ൽ നിന്ന് 20% കൂട്ടി 720 രൂപയായിട്ടാണ് ആ ഒരു സാധനം, ഏത് സാധനമാണെങ്കിലും അത് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സർവേ ഷോസ് 60% ലൈക്ക് ടീ, 25% ലൈക്ക് കോഫി, 15% ലൈക്ക് ജ്യൂസ്, ടോട്ടൽ റെസ്പോണ്ടൻസ് 200 ആണ്. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? 200 പേരുണ്ട്. ഓക്കെ, ആ 200 പേരില് 60% പേർക്ക് എന്താണ് ഇഷ്ടം? 60% പേർക്ക് ചായയാണ് ഇഷ്ടം. അപ്പൊ 200 into 60 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചായ ഇഷ്ടമുള്ള ആൾക്കാരുടെ എണ്ണം കിട്ടും അല്ലെ. അപ്പൊ ഇത് ഇവിടെ ഡിവൈഡഡ് ബൈ ചെയ്തു. 60 into 2 എന്ന് പറഞ്ഞാൽ 120 പേർക്ക് എന്താണ് ഇഷ്ടം? ചായയാണ് ഇഷ്ടം. ഇനി കോഫി ഇഷ്ടമുള്ളവരുടെ കണ്ടുപിടിക്കാൻ 200ൽ എത്ര ശതമാനം പേർക്കാണ്? 25% പേർക്ക് എന്താണ് ഇഷ്ടം? കോഫിയാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ അവിടെ ഡിവൈഡഡ് ബൈ ചെയ്തു. 25 into 2 എന്ന് പറഞ്ഞാൽ 50 പേർക്ക് എന്താണ് ഇഷ്ടം? കോഫിയാണ് ഇഷ്ടം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജ്യൂസിന് ആ 15% തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 200 into 15 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. 00 ക്യാൻസൽ ആയി. 15 into 2 എന്ന് പറഞ്ഞാൽ 30 പേർക്ക് എന്താണ് ഇഷ്ടം? ജ്യൂസ് ആണ് ഇഷ്ടം. ഇനി ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ഈ സീറോയും ക്യാൻസൽ ആവുന്നത്. പിന്നെ നമുക്ക് എളുപ്പമാണ്, ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 into 60 ചെയ്താൽ മതി. ഇവിടെ ഈക്വേഷന്റെ ആവശ്യം പോലും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? 2 into 25 എന്നും ഇവിടെ എന്ത് ചെയ്താൽ മതി? 2 into 15 എന്നും ചെയ്താൽ മതി. അപ്പൊ എക്സാമിന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇവിടെ എന്തുകൊണ്ട് മാം അത് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 എണ്ണവും എന്ത് ചെയ്തത്? ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്തത്. എക്സാമിന് നിങ്ങൾക്ക് ഇത് ഒരെണ്ണം മാത്രം ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് ബാക്കിയുള്ളത് ഈ തന്നിരിക്കുന്ന പോലെ എന്ത് ചെയ്താൽ മതി? ഷോർട്ട് ഫോം ഉപയോഗിച്ച് വേഗം ആൻസർ കണ്ടുപിടിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പെർസെൻറ്റേജിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഏറ്റവും ബേസിക് ആയിട്ട് പെർസെൻറ്റേജിനെ അറിയാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പെർസെൻറ്റേജിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു ചെറിയൊരു ടോപ്പിക്കും ചെറിയൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ RRB NTPCയോട് കൂടിയിട്ട് ബിൽഡ് യുവർ കരിയറിന്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ ക്ലാസ് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? കമന്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കണം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ മുന്നോട്ട് പോവട്ടെ. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പഠിക്കാനായിട്ടും പറ്റട്ടെ. വരുന്ന കാര്യങ്ങളും ക്ലാസ്സുകളും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.